തന്ത്രിയിൽ നിന്ന് മന്ത്രിയിലേക്ക് എത്തും മുമ്പേ അറസ്റ്റ്. ലോകമെമ്പാടുമുള്ള മലയാളികൾക്കെല്ലാം കൃത്യമായി അറിയാം, ഒരു ശ്രദ്ധ തിരിക്കണമെങ്കിൽ ഇന്ന് കേരളത്തിൽ ഏറ്റവും നല്ല പ്രോഡക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ അത് വേറെ ആരുമല്ല, രാഹുൽ മാങ്കൂട്ടത്തിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട എന്ത് വിഷയം വന്നാലും അത് ജനശ്രദ്ധ ആകർഷിക്കും. രാഹുൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ന് ജനശ്രദ്ധ തിരിക്കാൻ പറ്റൂ എന്ന ഒരു അവസ്ഥയിലായി കാര്യങ്ങൾ. നമുക്കറിയാം, കഴിഞ്ഞ 2-3 ദിവസമായി ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരെ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട് SIT അറസ്റ്റ് ചെയ്തു. അയാൾക്ക് ജയിലിൽ കിടക്കാൻ പറ്റാത്തത് കൊണ്ട് ദേഹാസ്വാസ്ഥ്യമെന്ന് അഭിനയിച്ച് ഇപ്പോൾ ആശുപത്രിയിൽ സുഖവാസത്തിലാണ്. നാളെ കോടതിയിൽ ഹാജരാക്കി അവിടെ നിന്നും ജാമ്യമെടുക്കാം. അതോടുകൂടി കാര്യങ്ങളെല്ലാം ഏതാണ്ട് ഒരു തീരുമാനമാകും എന്ന മട്ടിലാണ്. ഇനി ആ വിഷയം മാധ്യമങ്ങളിലൂടെ വന്ന് ജനങ്ങൾ ചർച്ച ചെയ്തു കഴിഞ്ഞാൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അത് വമ്പിച്ച തിരിച്ചടി ഉണ്ടാവും. അത് മാത്രമല്ല, ഇനി അടുത്തത് മന്ത്രിമാരിലേക്ക് എത്തും എന്ന് മനസ്സിലാക്കി തന്നെയാണ് രാഹുലിനെ വീണ്ടും ഇപ്രകാരം ഒരു അറസ്റ്റ് നാടകത്തിലേക്ക് വലിച്ചിഴച്ചത്. നമുക്കറിയാം, മുൻപും അപ്രകാരം തന്നെയായിരുന്നു. ഏതൊക്കെ സമയമാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിന്ന് ശ്രദ്ധ തിരിക്കേണ്ട സമയമെല്ലാം ഇതുപോലുള്ള ഓരോ അവതാരങ്ങളെത്തും. ആ പരാതിയുടെ ഓർക്ക് ഒരു ഇമെയിൽ കിട്ടിയപ്പോൾ തന്നെ എത്ര ചടുലമായാണ് ആക്ഷൻ ഉണ്ടായെന്ന് നോക്കുക. വെളുപ്പിനെ തന്നെ പോലീസ് എത്തുന്നു. ഒരു കൊടുംഭീകരനെ അറസ്റ്റ് ചെയ്യുന്നതുപോലെ പാലക്കാട് KPM റീജൻസി എന്ന അദ്ദേഹം താമസിക്കുന്ന ആ ഹോട്ടലിൽ നമുക്കറിയാം, ഇത്രയും കുത്തിത്തിരിപ്പും പ്രശ്നങ്ങളും ഉണ്ടാക്കി ഇദ്ദേഹത്തിന്റെ ഫ്ളാറ്റിൽ താമസിക്കാൻ പറ്റാത്ത ഒരു അവസരം ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ ഒരു ഹോട്ടലിലാണ് താമസിക്കുന്നത്. ആ ഹോട്ടലിൽ പാതിരാത്രി 12:30 പോലീസ് എത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് പത്തനംതിട്ടയിലേക്ക് കൊണ്ടുവന്നു. പത്തനംതിട്ടയിൽ ഇപ്പോൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നു. ചോദ്യം ചെയ്തതിനു ശേഷം ഇപ്പോൾ ഇന്നിതാ അയാളുടെ വൈദ്യപരിശോധനയ്ക്കായി, എന്ത് പരിശോധനയാണെന്ന് നമുക്കറിയില്ല, വൈദ്യപരിശോധനയ്ക്കായി ഇപ്പോൾ ജനറൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ചുരുക്കം പറഞ്ഞാൽ മാധ്യമങ്ങൾ ഇതിനെ ഒരു ആഘോഷമാക്കിയിരിക്കുകയാണ്. ഇതായിരുന്നു ഈ അന്തം വിട്ട അന്തംകമ്പികൾക്കും വേണ്ടിയിരുന്നത്. അന്തം വിട്ട അന്തംകമ്പി എന്തും ചെയ്യും എന്നതിൻ്റെ ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് ഇത്. ഇനിയും ഒരു 2-3 ദിവസം ഈ വിഷയത്തിൽ ഇവന്മാരെല്ലാം മയക്കും പിടിച്ച് രാഹുലിന്റെ പുറകെ ആയിരിക്കും. രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നത്, രാഹുലിനെ കൊണ്ടുവരുന്നത്, ചോദ്യം ചെയ്യാൻ കൊണ്ടുവരുന്നത്, മജിസ്ട്രേറ്റിന് മുന്നിൽ കൊണ്ടുപോകുന്നത്, ജയിലിലേക്ക് കൊണ്ടുപോകുന്നത്, അങ്ങനെ ഒരു ആഘോഷമാക്കി 2-3 ദിവസം കഴിയുമ്പോഴേക്കും സൈഡിൽ കൂടെ തന്ത്രി കണ്ഠരര് രക്ഷപ്പെടും, മന്ത്രിക്ക് ആശ്വാസമാകുകയും ചെയ്യും. ഇതിലെല്ലാം ചിരിക്കുന്ന വേറൊരുത്തനുണ്ട്, നമ്മുടെ നെട്ടൂർ കേക്കച്ചൻ. ഇതിലെ ഖദറുമിട്ട് നടക്കുന്നവൻ ഒരു ജീൻസും ഒക്കെ വലിച്ചു കയറ്റി ഷൂസും ഒക്കെ ഇട്ടിതാ വിദേശങ്ങളിലൂടെ കറങ്ങുന്നത് കണ്ടു. ഇപ്പം വിദേശത്തേക്ക് പോയപ്പോഴേ നമ്മൾ ഓർത്തു എന്തെങ്കിലും ഏടാകൂടം ഉണ്ടാക്കുമെന്ന്. ഈ പരാതിക്കാരിയും ഒരു വിദേശ വനിതയാണ്, തിരുവല്ല സ്വദേശിയാണെങ്കിലും വിദേശത്താണ് താമസിക്കുന്നത്. കേക്കച്ചൻ അതിന് വേണ്ടുന്ന സംവിധാനങ്ങളെല്ലാം ഉണ്ടാക്കി പരാതിയെല്ലാം കൊടുപ്പിച്ച് ഏതാണ്ട് അറസ്റ്റ് നടക്കുന്ന സമയമായപ്പോൾ വന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ യഥാർത്ഥ ഗുണഭോക്താവ് ആരാണെന്ന് നിങ്ങൾ ചിന്തിക്കുക. ഇപ്രകാരം ഒരു അറസ്റ്റ് ഉണ്ടാകുമ്പോൾ, രാഹുലിനെ വേട്ടയാടുമ്പോൾ സ്വാഭാവികമായിട്ടും പിണറായിക്കെതിരെയും ഇടതു സർക്കാരിനെതിരെയും പൊതുജന വികാരമുണ്ടാവും. അത് നേട്ടമുണ്ടാക്കുന്ന ആർക്കാണ്? യാതൊരു സംശയവും വേണ്ട, അത് വോട്ടായി മാറുന്നത് കോൺഗ്രസിനാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. ആ മിന്നും വിജയത്തിന്റെ കാരണക്കാരൻ രാഹുലാണ്. കാരണം രാഹുലിനെ വേട്ടയാടുന്നത് കണ്ട് സഹികെട്ടാണ് ജനങ്ങൾ പിണറായിക്കെതിരെ വോട്ട് കുത്തിയത്. അതുപോലെ ഈ വേട്ടയ്ക്കും അതിന്റെ പ്രതിഫലം, അതിന്റെ ഫലം കിട്ടാൻ പോകുന്നത് ഈ കോൺഗ്രസ്സുകാർക്കാണ്. അതും യുവന്മാരുടെ തന്ത്രമൊന്ന് നോക്കുക. വേട്ടയാടാൻ ഇട്ട് കൊടുത്തുവിട്ട് യുവന്മാർ സൈലന്റ് മിണ്ടാതെ നിൽക്കുന്നു, രാഹുലിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. ഇതെല്ലാം ഉണ്ടാകുമ്പോൾ പോലും ഇടതുപക്ഷത്തോട് ജനങ്ങളുടെ വെറുപ്പ് കൂടുന്നു. കേക്കച്ചൻ ഇപ്പോൾ കണ്ടോ ഒരക്ഷരം മിണ്ടുന്നില്ല. ഈ കിങ്ങിണിക്കുട്ടനെ പോലെയുള്ള റാൻമൂളികളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയിപ്പിച്ചിട്ട് ഇയാളിപ്പോൾ വളരെ ശ്രദ്ധാപൂർവമാണ് മുന്നോട്ട് പോകുന്നത്. കാരണം ഇയാൾ എന്തെങ്കിലും പ്രതികരിച്ചാൽ അത് ഇയാൾക്ക് ദോഷം ചെയ്യുമെന്ന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് രാഹുൽ വിഷയത്തിൽ ഇയാളിപ്പോൾ മിണ്ടുന്നില്ല, എല്ലാം ഒപ്പിച്ചു കൊടുത്ത് ആസൂത്രണം ചെയ്യുക. ഇപ്പോൾ ഇതാ മൂന്നാമത്തെ ഒരു പരാതിക്കാരി നോക്കുമ്പോൾ മൂന്നാമത്തെ ബലാത്സംഗ കേസ് പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ ബാക്കി എല്ലാം കൺഫേം ആയ കേസാണെന്ന് തോന്നും. അതെല്ലാം കോടതിയുടെ പരിഗണനയിൽ കോടതി
യാതൊരു കാരണവശാലും അറസ്റ്റ് പാടില്ല എന്ന് ഉത്തരവ് നിൽക്കുകയാണ്. 2-3 കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഈ വിഷയം എടുത്തിടുവാൻ. ഒന്ന്, നമുക്കറിയാം ശബരിമല ആ തന്ത്രിയിലേക്ക് എത്തി. ഇനി അടുത്ത പ്രധാനപ്പെട്ട മന്ത്രിമാരിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ആ ജനശ്രദ്ധ തിരിക്കണം. അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് തന്നെ സ്ഥാനാർത്ഥിയാകും എന്ന ഏതാണ്ടൊരു ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ അത് തടയേണ്ടുന്നത് ഏറ്റവും പ്രധാനമായിട്ടും കേക്കച്ചൻ്റെയും അതുപോലെ തന്നെ BJPയുടെയും ഇടതുപക്ഷത്തിൻ്റെയും ആവശ്യമാണ്. അന്നേരം ഈ കാര്യത്തിലെല്ലാം ഇവർ സമാന മനസ്കരാണ്. നമുക്കറിയാം രാഹുൽ ഇപ്പോൾ പാലക്കാട്ട് വീണ്ടും സജീവമായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇടതു സഹയാത്രികനായ റെജി ലൂക്കോസ് BJPയിലേക്ക് പോയപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു, നേതാവേ കപ്പൽ ആടി ഉലകുകയാണല്ലോ ക്യാപ്റ്റ, ജനങ്ങൾ ലൈഫ് ജാക്കറ്റ് പോലും ഇടാതെ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയാണല്ലോ എന്നിട്ട് ആ കമന്റ് ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടത്. അപ്രകാരം ശക്തമായ ഒരു തിരിച്ചുവരവ് നടത്തുവാൻ തുടങ്ങിയ രാഹുലിനെ ഇവന്മാർ ഭയപ്പെട്ടു. പ്രേക്ഷകരെ, ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് രാത്രി 12:30 രാഹുലിനെ പാലക്കാട് KPM റീജൻസിയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ്. ഓർക്കുക, അവരോടൊപ്പം വനിതാ പോലീസുകാരികളും ഉണ്ടായിരുന്നു. രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ എന്തിനാണ് വനിതാ പോലീസുകാരികൾ? ഇനി ഓർത്ത് കാണും, ഹോട്ടലിൽ വല്ലോ സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ അവരെയും കൂടെ കൈയോടെ പൊക്കാമെന്നോർത്തായിരിക്കും ചിലപ്പോൾ വനിതാ പോലീസുകാരെയും കൂടെ കൊണ്ടുപോയത്. രാഹുലിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ആ ദൃശ്യം കാണുക. പ്രിയപ്പെട്ട ജനങ്ങളെ, നമ്മൾ സ്വയം ഒന്ന് ചിന്തിക്കുക. ഒരു തിരുവല്ലാക്കാരി, ഒരു വിദേശ വിവാഹിതയായ യുവതി എന്ന് പറയുന്നു. ആ വിവാഹിതയായ യുവതി ഇയാളുമായിട്ട് എന്തിന് ബന്ധമുണ്ടാക്കി? ഇയാൾ പറഞ്ഞതനുസരിച്ച് എന്തിന് ഹോട്ടൽ മുറിയിൽ പോയി? ഈ പറയുന്ന 3 പരാതികൾ നോക്കിയാൽ അതിനകത്തെല്ലാം ഒരേ ആൾ ഡ്രാഫ്റ്റ് ചെയ്തതുപോലെ വളരെ കൃത്യമായ ഒരേ ഒരു അച്ചിൽ വാർത്തെടുത്തതുപോലെ പരാതികളാണ്. ഇതേപോലെ ബന്ധപ്പെടുക, ഹോട്ടലിൽ വിളിക്കുക, എന്നിട്ട് ഞാൻ ബലാത്സംഗം ചെയ്യും എന്ന് പറയുക, എനിക്ക് കുഞ്ഞ് വേണമെന്ന് പറഞ്ഞ് എനിക്കൊരു കുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞാണ് അത്ര ബലാത്സംഗം ചെയ്യുന്നത്. എല്ലാത്തിലും കേട്ടോ, ഇയാളെ ഒരു സൈക്കോപാത്തായി ചിത്രീകരിക്കുവാൻ. എന്നിട്ടും ബലാത്സംഗം ചെയ്ത ആളുടെ പുറകെ പിന്നെയും പോവുക, ബലാത്സംഗം ചെയ്യപ്പെട്ട ആൾക്ക് ആവശ്യത്തിന് ചോദിക്കുമ്പോഴെല്ലാം പണം കൊടുക്കുക, ഗർഭമുണ്ടാക്കുക, എന്നിട്ട് ഗർഭചിത്രം നടത്തി എന്ന് അവകാശപ്പെടുക, അതിന് യാതൊരു തെളിവുകളും ഇല്ലാതിരിക്കുക, എന്നിട്ടത് കാത്തിരിക്കുക, എന്നിട്ട് രാഷ്ട്രീയ നേതാക്കന്മാർക്കാണ് കൊണ്ട് പരാതികൾ കൊടുക്കുന്നത്. ഇവരൊക്കെ എവിടെയായിരുന്നു ഇത്രയും കാലം? അതുപോലെ വീണ്ടും ഇദ്ദേഹത്തിന്റെ പുറകെ പോവുക, എന്നിട്ട് അവസാനം ഇതുപോലൊരു ഇമെയിൽ കൊടുക്കുമ്പോൾ തന്നെ എത്ര ക്യുക്കായിട്ടുള്ള നടപടിയാണെന്ന് ഓർത്ത് നോക്കി. എന്നാൽ ഇത്രയും ഭീകര തീവട്ടിക്കൊള്ളകൾ നടത്തിയവൻ, അതുപോലെ ഒരു ജട്ടിക്കള്ളൻ ഇപ്പോഴും മന്ത്രിസഭയിലുണ്ട്. യുവമാർക്കൊന്നും എതിരെ ഒന്നും യാതൊരു നടപടികളും ഇല്ലെന്ന് ഓർത്തോണം. രാഹുലിന്റെ വിഷയം വരുമ്പോൾ ഇവരുടെ ഉത്സാഹം കാണുക. അന്നേരം ഇതിനകത്ത് കേൾക്കുമ്പോൾ തന്നെ കെട്ടുകഥ എന്ന് ആർക്കും മനസ്സിലാകാവുന്ന യാതൊരു വിശ്വാസയോഗ്യതയും ഇല്ലാത്ത ആരോപണങ്ങൾ. മാധ്യമങ്ങളുടെയൊക്കെ റിപ്പോർട്ട് കണ്ടു കഴിഞ്ഞാൽ ഇതെല്ലാം ഇവർ ഇന്ന് ദൃക്സാക്ഷികളായി കണ്ടതുപോലെയാണ്. അത് ഗർഭചിത്രം നടത്തുവാൻ വേണ്ടി ഭ്രൂണമെടുത്ത് DNA ടെസ്റ്റിന് വേണ്ടി സൂക്ഷിച്ചു വെച്ചു. എന്തൊക്കെ കഥകളാണ് ഇവന്മാർ പടച്ചുവിടുന്നത്. പക്ഷെ ഇതെല്ലാം ഓർക്കുക, ഇതെല്ലാം കോടതിയിൽ ചെല്ലുമ്പം ഇതെല്ലാം കീറിപ്പറഞ്ഞു പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിനെ ഞാൻ പറഞ്ഞല്ലോ, ആഘോഷമാക്കുവാൻ വേണ്ടി രാവിലെ തന്നെ DYFIക്കാരും യുവമോർച്ചക്കാരന്മാരും എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഇവന്മാരുടെയൊക്കെ വായിൽ നാക്കില്ലായിരുന്നു. ശബരിമലക്കൊള്ള വന്നപ്പോൾ ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയപ്പോഴൊന്നും ഒരുത്തനും പ്രതീക്ഷിക്കത്തില്ലായിരുന്നു. എല്ലാവരും കയ്യും കൂപ്പി വായും പൂട്ടി നിൽക്കുകയായിരുന്നു. ഇവന്മാരുടെ ആവേശം കണ്ട ഇതിന്റെ പകുതി ആവേശമെങ്കിലും ആ കോഴി മുകേഷിനെയും അതുപോലെ തന്നെ മറ്റോ ആപസന്മാരെയും ഒക്കെ ഒന്ന് കാണിച്ചിരുന്നുവെങ്കിൽ എന്ത് നന്നായിരുന്നു. ഇതാ ആ പ്രതിഷേധ നാടകം കണ്ടിട്ട് ഉടനെ മടങ്ങി വരാം.
പക്ഷേ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും ഇതെന്തിനു വേണ്ടിയാണ്. ഇത് കൃത്യമായി ഈ മൂന്ന് പാർട്ടികളും, പ്രത്യേകിച്ച് ഈ കേക്കച്ചൻ എന്ന് പറയുന്ന നരാധമൻ, നമുക്കറിയാം പാലക്കാട്ട് രാഹുലിനെ മത്സരിപ്പിക്കേണ്ടുന്ന ഒരു ഘട്ടം വരികയാണ്. ബാക്കി എല്ലാ കാര്യത്തിലും ഇവൻ നാണം കെട്ടു. അൻവറിനെ തിരികെടുക്കേണ്ടി വന്നു. അതുപോലെ കൊച്ചിയിൽ മേയർ സ്ഥാനാർത്ഥിയായി ഇയാളുടെ UDF പാഞ്ചാലി ഇയാൾ ആഗ്രഹിച്ചു നിർത്തുവാൻ, അത് പൊളിഞ്ഞു. സഭാമേലധ്യക്ഷന്മാരുടെ തിണ്ണനിറങ്ങാൻ പോകത്തില്ല എന്ന് പറഞ്ഞു. അവസാനം കൊച്ചി മേയർ തന്നെ പറഞ്ഞു, ഈ സീറ്റ് എനിക്ക് എൻ്റെ പിതാക്കന്മാർ കനിഞ്ഞരളി നൽകിയതാണ് എന്ന്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇതാ സിനഡ് നടന്നുകൊണ്ടിരുന്നപ്പോൾ 0 മലബാർ സഭയിലെ കള്ളന്മാരുടെ കാല് പിടിക്കാൻ വേണ്ടി ഇവൻ പമ്മിപ്പോകുന്നത് വന്ന് നാറി നിൽക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ ഇമേജ് തകർന്നു നിൽക്കുമ്പോൾ വീണ്ടും രാഹുലിനെ പാലക്കാട്ട് മത്സരിപ്പിക്കേണ്ടുന്ന ഒരു അവസ്ഥയുണ്ടായാൽ എന്താവും അവസ്ഥ? അതുകൊണ്ട് തീർക്കപ്പെട്ട വിദേശത്തോട്ട് പോയി ആസൂത്രണങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് നിർവഹിച്ച് ഇതാ ജീൻസും ഷർട്ടും ഒക്കെ ഇട്ട് നെട്ടൂരിലെ പഴയ മണിച്ചെയ്ൻ തട്ടിപ്പുകാരൻ ഇറങ്ങിയിട്ടുണ്ട്, അളിഞ്ഞ ചിരിയുമായി. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.